ഷാനിബയുടെ പേര് വെച്ചിട്ടാണല്ലോ പ്രശ്നം തുടങ്ങിയെന്നാണ് അഭിലാഷ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? പേരും പറഞ്ഞ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്യേണ്ടി വന്നത്. അത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവര് ഇതുപോലെ ഡയറക്ടറെ കാണാൻ വന്നപ്പം എന്നോട് ചോദിച്ചു, ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഒരു ഡാൻസ് ചെയ്യുമോ, ഒരു വീഡിയോ ചെയ്യാൻ സമ്മതമാണോ ചോദിച്ചു. ഞാനൊരു ആക്ടർ എന്ന നിലയിൽ ഞാനത് തള്ളിക്കളഞ്ഞില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആര് ചോദിച്ചാലും ഞാൻ അവരുടെ ഒപ്പം കളിക്കും. കാരണം വെച്ചാൽ ഞാനൊരു ഡാൻസറാണ്, കൂടുതലും സിനിമയിൽ ഐറ്റം ഡാൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അറിയാലോ എന്തോരം ഇപ്പോഴും തമിഴില് സിദ്ധവേൽ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ഐറ്റം ഡാൻസ് ചെയ്തു, നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടി. അങ്ങനെ ഇപ്പൊ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ 15ാമത്തെ പടവാ പറയാൻ പോയി കഴിഞ്ഞാൽ അതിൽ പകുതി ഇറങ്ങിയിട്ടില്ല, അങ്ങനെ പോകുന്നു. അപ്പൊ നമ്മള് ആക്ടർ എന്ന സ്ഥാനത്ത് എന്നോടിപ്പോ ആരാണ്, ഒരു പിച്ചക്കാരനാണെങ്കിൽ വന്നിട്ട് എന്നോട് പറയാ എൻ്റെ കൂടെ ഒരു ഡാൻസ് ചെയ്യുമോ, ഇല്ല എൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കോ, ഇല്ല എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കുമോ ചോദിച്ചാൽ ഞാൻ അവരുടെ തോളെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് ഞാൻ വീഡിയോ എടുക്കും. എന്ന് വെച്ചാൽ അവരും മനുഷ്യരാണ്, ഞാനും മനുഷ്യരാണ്. ചിലപ്പോൾ നാളെ നമ്മൾ അവരെ പോലെ ആകില്ല എന്ന് പറയാൻ പറ്റിയല്ല, ചിലപ്പോൾ നമ്മളെ പോലെ അവരാകില്ല എന്ന് പറയാൻ പറ്റിയല്ല. എല്ലാം ദൈവം തീരുമാനിക്കുന്ന. അപ്പം റിയയോ പേര്, റിയ പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷെ റിയനെ പോലെ ഒരു പെണ്ണാണ് ഞാനും, എന്നെ പോലെ ഒരു പെണ്ണാണ് അവള്. പക്ഷെ എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവള് പറഞ്ഞ ആ ക്യാരക്ടർ അല്ല ഞാൻ. കാരണം അവൾ ആ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അവൾക്ക് മറ്റൊരാളെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഒന്ന് അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ സ്ഥാനത്ത് ഞാനൊരു ഡാൻസ് കളിച്ചപ്പം അവളുടെ ആ ഒരു സൗഭാഗ്യം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അവൾക്ക് ചെറിയൊരു അസൂയ തോന്നി. അത്രേ സംഭവിച്ചോളൂ. അതിൻ്റെ പേരിൽ അവൾ എന്നെക്കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കി. അതെനിക്ക് പ്രശ്നമല്ല. കാരണം അവൾ ഇനി ഇത് പറഞ്ഞാലും ഇതിൻ്റെ അപ്പുറം പറഞ്ഞാലും ഇവർ വീണ്ടും എൻ്റെ കൂടെ വന്ന് കളിക്കുമെന്ന് പറഞ്ഞാൽ അതിലും അപ്പുറത്ത് ഞാൻ കളിച്ച് കാണിക്കും. അത് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഡാൻസ്, പാട്ട്, കലാപരമായ എല്ലാ കാര്യവും ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം ഞാനതെല്ലാം ചെയ്ത് കാണിക്കും. എനിക്കതിന് ഒരു കുറ്റബോധവും ഇല്ല. പിന്നെ പറഞ്ഞ അവൾക്ക് അത് എന്നെ കണ്ടിട്ട് തെറ്റായിട്ട് തോന്നിയെങ്കിൽ അത് അവളുടെ കണ്ണിൻ്റെ പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോൾ ഒരാളുടെ കണ്ണിൽ എന്താ പറയുക മഞ്ഞപ്പത്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം അങ്ങനെ തോന്നും. അത് അവരുടെ കുറ്റമാണ്, പക്ഷെ നമ്മുടെ കുറ്റമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന എന്ത് ചെയ്താലും അതെനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരാളുടെ കൂടെ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് തെറ്റല്ല. കാരണം അത് ശരിയെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ടിക്ടോക്കിലൊക്കെ ഞാൻ 1 മില്യൺ ലൈക്ക് വാങ്ങി മുമ്പോട്ട് പോയിട്ട് യൂട്യൂബിൽ എൻ്റെ ട്രോളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അന്നേരം ഞാൻ കേൾക്കാത്ത ഒന്നുമില്ല. പക്ഷെ എന്നിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള അപവാദമൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് കൂടുക. അവരുടെ മുന്നിൽ നമ്മൾ ഇനിയും ബെറ്ററായിട്ട് ചെയ്യാൻ നമുക്കൊരു കഴിവ് കിട്ടുന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മളവർക്ക് നമ്മൾ ഒരു പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തു, അവർ പറയാം നല്ലതാണെന്ന് നമ്മളെ പൂഴ്ത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം നമ്മൾ ചെയ്തത് നല്ലതല്ലേ, ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. അതേ സ്ഥാനത്ത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കുറ്റവും കുറവൊക്കെ നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ തോന്നും. അങ്ങനെ നമ്മൾ കലയിലൂടെ മുന്നേറാൻ നമുക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് അവൾ പറഞ്ഞത് തെറ്റാണ്. അത് ഇനി എന്നെന്നല്ല ഒരു പെണ്ണിനെ അവൾ പറയാൻ പാടില്ല. അവളൊരു നല്ലൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾ പറയില്ല. പക്ഷെ അവൾ ആ രീതിയിലുള്ളൊരു ക്യാരക്ടറുള്ള ഒരു പെണ്ണായതുകൊണ്ട് അവൾ എന്നെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വിഷയമല്ല. അലിൻ ജോസിന് എന്താ പറയാനുള്ളത്? അലിൻ ജോസിന്റെ പേരാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. കുറേ പ്രശ്നങ്ങളും ഒരുപാട് ഇതിന്റെ പിറകെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഇതിനെ നോക്കി കാണുന്നു? ഈ വീഡിയോ ചെയ്തപ്പോൾ നല്ല രീതിയിലാണ് ചെയ്തത്. കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ചെയ്തു. പക്ഷേ അത് അന്ന് രാത്രി തന്നെ ഒരു 6,40,000 പേരോളം കണ്ടു ആ വീഡിയോ. ഒരു 3 മണിക്കൂർ കൊണ്ട് കണ്ടു. പക്ഷേ അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. പിന്നെ ബ്രൈറ്റൊക്കെ നിർബന്ധിച്ചപ്പോൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ മൊബൈലിൽ നിന്ന് കളയണമെന്നുള്ള ഭീഷണിപ്പെടുത്തിയപ്പോൾ കളയാനുള്ള ഉപയോഗിച്ച് അത് വേണമെങ്കിൽ ഇപ്പൊ റീസ്റ്റോർ കളയണ്ടെന്ന് പറഞ്ഞു, ബ്രൈറ്റ് കളയണ്ടെന്ന് പറയാറ്. പിന്നീട് ഇവളുടെ ഭീഷണി ഇങ്ങനെ വന്നപ്പോ ഒരു പെണ്ണാണല്ലോ മാഷെ, കാരണം പെണ്ണ് പറയുന്നിടത്താണ് ഇപ്പൊ എല്ലാം നിൽക്കുന്നത്. കാരണം തെറ്റാണ്. ഞാൻ ഓർത്തത് ഇപ്പോൾ ഈ വീഡിയോ കളയുമ്പോൾ തന്നെ അത്യാവശ്യം സംഭവങ്ങൾ മാറും എന്ന രീതി ഓർത്തായിരുന്നു. അപ്പോൾ എന്നിട്ടും ഈ റിയ എന്ന വ്യക്തി, റിയ ചേച്ചി എന്ന് തന്നെ പറയാം, 39 വയസ്സുള്ള പെണ്ണിനെ ചേച്ചി എന്ന് വിളിക്കാണ്ട് റിയ എന്ന് വിളിക്കാൻ പറഞ്ഞതാണ് റിയ. അപ്പോൾ അവള് അങ്ങനെ പേര് വിളിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇങ്ങനെയുള്ള കുഴപ്പത്തിൽ ചാടും. അപ്പോൾ ഈ വിഷയം കഴിഞ്ഞപ്പോൾ അടുത്ത വിഷയം എടുത്തിട്ടത് ബ്രൈറ്റിനെ മാറ്റണം എങ്കിലേ ഷോർട്ട് ഫിലിം നടക്കുകയുള്ളൂ. പിന്നെ എന്താ പ്രൊഡ്യൂസറിന് നിഷേമാനെ മാറ്റണം, പിന്നെ ആട്ടായത്തെ മാറ്റണം. അങ്ങനെ പല പല ഭീഷണിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവളോട് പറയാനുള്ളത് 3 പ്രൊജക്ട്സ് അവളെ വെച്ച് ചെയ്യാനായിട്ട് ഓക്കെ ആയിരുന്നു. ഷോർട്ട് ഫിലിം മാത്രമല്ല, 3 സിനിമകൾ, ബിഗ് ബഡ്ജറ്റ് മൂവീസ്, 3 കോടി രൂപയുടെ ചിത്രങ്ങൾ 3 എണ്ണം
അപ്കമിങ് ആയിട്ട് ഉണ്ടായിരുന്നു. അത് ഇനി ഇപ്പോൾ ഇത്രയും എന്നെ കരിവാരി തേച്ച് തേജോദയം ചെയ്തുകൊണ്ട് ഇനി എന്തായാലും അവളെ വെച്ച് ആ പടത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ലിൻജോസ് പെരേര റെക്കമെൻഡ് ചെയ്തിട്ട് ഇനി മലയാള സിനിമയിൽ അവൾ അഭിനയിക്കത്തില്ല. മനസ്സിലായി? എൻ്റെ ഹോൾഡ് വെച്ച് എന്തായാലും ഒരു സിനിമയിൽ അവസരം കൊടുക്കുകയില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന പല ചിത്രങ്ങളിലും അവൾ വർക്ക് ചെയ്യത്തുമില്ല. എനിക്ക് ഹോൾഡ് ഉണ്ടെങ്കിൽ അവൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കൂടി അഭിനയിപ്പിക്കില്ല. കാരണം പല ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർമാരും നമ്മളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനത്തേക്ക് ആൾക്കാരെ സെറ്റിൽ കൂടി അടിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇനി അവളുടെ അഭിനയ ജീവിതം തന്നെ ഒരു പറ അവളെ വിളിച്ചു സ്വന്തമായിട്ട് കയറിപ്പോവെങ്കിൽ കയറി വിളിച്ചോട്ടെ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഒരു മുഴുനീള കഥാപാത്രം ചെയ്ത് അല്ലെങ്കിൽ ക്യാരക്ടർ റോൾ ചെയ്യുന്ന പടത്തില് ഞാൻ ഒരിക്കലും ഇവരെ വെക്കാൻ പറയത്തില്ല. ഇവള് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പടത്തിന് എന്തായാലും ഞാൻ തല കാണിക്കില്ല. കാരണം അത്രയ്ക്ക് എന്നെ തേജോദയം ചെയ്തു, അപമാനിച്ചു, നാറ്റിക്കൊന്നും പറഞ്ഞിരുന്നു. കാരണം പീഡനവീരൻ എന്ന് പറഞ്ഞ ഇവന്റെ ഒരു അതായത് പീഡനവീരൻ എന്ന് പറഞ്ഞ ഇവന്റെ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന്റെ താഴെ ഇത്ര നാൾ അവനെ വേറെ രീതിയിലാണ് കളിയാക്കിയത്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരാൾക്ക് നല്ല വിഷമം തോന്നും. ഇപ്പൊ നമ്മുടെ പേര് പണ്ട് എങ്ങനെയെന്ന് വന്നിട്ട് അറിയോ? പണ്ട് എന്റെ പേര് പ്രസംഗോണൻ എന്ന് പറയുന്ന ഒരു കോമഡി പേരായിരുന്നല്ലോ. അപ്പൊ ആ പേരിൽ നിന്നും ഇപ്പോ പണ്ട് ഞാൻ ഒരു മുടി വെട്ടിയതേ അവളുടെ പൈസ കൊണ്ടാ. അവൾ എനിക്ക് 1000 രൂപ ഒരു ദിവസം ഈ പ്രശ്നം നടന്ന സമയത്ത് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തേക്കും. വെട്ടോടിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് പലരോട് ഞാൻ ചോദിക്കുവായിരുന്നു. മനസ്സിലായി? വേണമെങ്കിൽ ഇവള് തന്ന പൈസ വേണമെങ്കിൽ 10,300 രൂപ തന്നിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ 2000 രൂപയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇവള് പറഞ്ഞ ഹണി ട്രാപ്പിൽ ഞാൻ കുടുങ്ങത്തില്ല. കാരണം മറ്റേ ഇവള് ഇന്നലെ അബാക് മീഡിയ വഴി എന്നോട് ചോദിച്ച തുക കേട്ട ചേച്ചി തലകറക്കിക്കുന്നു തോന്നുന്നു. മനസ്സിലായേ? ചേച്ചിക്ക് ഒരു മാസം എത്ര രൂപ കിട്ടും ഒന്ന് പറയാമോ? ശമ്പളം എനിക്ക് ഏകദേശം രൂപ പറയാമോ? അത്യാവശ്യം കിട്ടും. അത്യാവശ്യം. ഇപ്പോ 1 കോടി മേടിക്കുന്ന ആരുണ്ടാവും കേരളത്തില് ശമ്പളമായിട്ട് ഒരു മാസം? പറയാമോ? 1 കോടി രൂപ. അത് ഓരോരുത്തരുടെ ജോലി അനുസരിച്ചിട്ടല്ലേ. സിനിമാ ഫീൽഡില് പലർക്കും കിട്ടിയെന്നിരിക്കും. മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഇപ്പൊ നിവിൻ പോളിക്ക് 2 കൊല്ലം മുമ്പ് കിട്ടിയ തുകയാണ് 1 കോടി രൂപ ശമ്പളമായിട്ട്. ഇപ്പൊ കൂടിയിട്ടുണ്ടാകാം. പക്ഷെ 1 കോടി രൂപയാണ് എനിക്ക് ഈ കേസിൽ നിന്ന് ഒയ്യണമെങ്കിൽ അവൾക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. സാധാരണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും റിയ എന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വൈറൽ താരമാക്കിയ ഞാനും നമ്മുടെ ബ്രൈറ്റും ഒക്കെ ചേർന്നാണ്. എന്നെയാണ് അവള് കരിവാരി പൂശി ലോകം മൊത്തം നാറ്റിക്കുമ്പോൾ ഓർക്കണം, ദൈവമുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഇവളുടെ വാക്ക് കേട്ട് മറൈൻ ഡ്രൈവിൽ വിളിക്കുമ്പോഴൊക്കെ ചെന്നിട്ടുണ്ടാകാം. ഇവളുടെ വാക്ക് പ്രകാരം ചെന്നു. ഇവളുടെ വാക്ക് പ്രകാരം ചെന്ന് കഴിഞ്ഞിട്ട് ഇവള് നിർബന്ധിച്ചിട്ട് കിസ് ചെയ്തിട്ടുണ്ടാകാം, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടായി. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. പക്ഷെ മറ്റേ ഓറൽ സെക്സ് എന്നൊക്കെ പറഞ്ഞ് 6-8 പറയുന്നുണ്ട്. അത് ശുദ്ധ പണ്ടത്തരമാണ്. ഓറൽ സെക്സ് പോയിട്ട് ഇവളുടെ ശരീരത്തെ മോശമായിട്ട് ഞാൻ തൊട്ടിട്ടില്ല. ഇവള് എൻ്റെ ശരീരത്താണ് മോശമായിട്ട് തൊട്ടത്. അത് ഈ മീഡിയയിൽ കറക്റ്റായിട്ട് കുറേ മീഡിയയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നില്ല. അത് നമുക്ക് കോടതി മുമ്പാകെ ശേഷം മുമ്പൊക്കെ കേസ് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും. കാരണം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പല ശാരീരികമായിട്ടും മോശം രീതിയിലും അവൾ ടച്ചിങ് ഒക്കെ ബാഡ് ടച്ച് എന്നൊക്കെ പറയല്ലോ, ഗുഡ് ടച്ച് ബാഡ് ടച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ടച്ചൊക്കെ ഇവള് സെറ്റ് വെച്ച് കാണിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ഇവള് പിന്നെ ചേച്ചിയെ പോലെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ സമയത്തും മോശമായിട്ടുള്ള തൊടലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടും. അതുകൊണ്ട് തന്നെ അത്ര നല്ലൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും പെണ്ണുങ്ങളെ പറ്റി മോശം പറയണ്ടാത്തൊരു കാലഘട്ടമായതുകൊണ്ട് ഇപ്പോൾ നോക്കിയാൽ പീഡനം തൊട്ടാ പീഡനം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അതുകൊണ്ട് കേസ് എത്രത്തോളം നീളുമെന്ന് അറിയാൻ പാടില്ല.